ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് മൈക്രോബയോളജി ഇൻ ബയോടെക്നോളജി ഈ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ബയോടെക്നോളജിയിൽ എങ്ങനെയാണ് മൈക്രോബയോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ബയോടെക്നോളജി എന്നൊരു ഫീൽഡ് ഡെവലപ്പായി വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറ്റിക് എൻജിനീയറിംഗ് ആണ്. നമുക്കറിയാം ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോടെക്നോളജിയുടെ ഏറ്റവും വലിയ റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ്സിലൊന്നാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസൈഡ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു ക്ലോണിംഗ് വെക്ടറിലേക്ക് കൊടുക്കുക. ആ ക്ലോണിംഗ് വെക്ടർ ഹോസ്റ്റ് സെല്ലായിട്ടുള്ള ബാക്ടീരിയയിലേക്ക് കൊടുക്കുക. അതിനുശേഷം അതിൽ ഈ ക്ലോണിംഗ് വെക്ടറിനൊപ്പം തന്നെ ഈ ജീൻസും മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ജീൻസിനെയോ അല്ലെങ്കിൽ ആ ജീൻ പ്രോഡക്റ്റിനെയോ ഐസൊലേറ്റ് ചെയ്തിട്ട് അത് ഹ്യൂമൻ യൂസിന് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് സാധാരണഗതിയിൽ ജനറ്റിക് എൻജിനീയറിംഗ് കൊണ്ട് സാധ്യമാക്കുന്നത്. അപ്പം ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും മൈക്രോബിയൽ ഒറിജിനാണ്. അതായത് നമ്മൾ ആദ്യം ഇതിനകത്ത് പറഞ്ഞ ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് പ്ലാസ്മിഡ്സിനെയോ ബാക്ടീരിയോ ഫേജുകളെയോ ഒക്കെയാണ്. പ്ലാസ്മിഡ്, കോസ്മിഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ബാക്ടീരിയയിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പം ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്ന എല്ലാ സംഭവങ്ങളും ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബിയൽ ഒറിജിനാണ്. ഈസ്റ്റിനെ ക്ലോണിംഗ് വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത്. അതുപോലെ ബാക്ടീരിയോ ഫേജസ് അല്ലെങ്കിൽ വൈറസിനെ ഡയറക്റ്റായിട്ട് പ്രൊക്യാരിയോട്ടിലും യുക്യാരിയോട്ടിലും ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്ടീരിയയിൽ നിന്നും കിട്ടുന്ന കോസ്മിഡ്, അതുപോലെ കോഫേജ്, അതായത് കോസ്മിഡും ഫേജും കൂടെ ഉള്ള കോമ്പിനേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ ജനറ്റിക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സാണ്, ജീൻ ക്യാരിയേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പം വെക്ടേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ബയോടെക്നോളജിയിൽ വന്നത് മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻ വെക്ടേഴ്സിലേക്ക് നമുക്കൊരു ഡിസൈഡ് DNA ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം വെക്ടേഴ്സിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് ഈ ഡിസൈഡ് DNA നമ്മൾ ലിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്നതും അതുപോലെ ലിഗേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലിഗേസ് എന്ന് പറയുന്ന എൻസൈംസും എല്ലാം മൈക്രോബിയൽ ഒറിജിനാണ്. പിന്നെ അതുപോലെ തന്നെ വെക്ടേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബാക്ടീരിയൽ സെല്ലിലേക്കായിരിക്കും, ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടാനായിട്ട്. അപ്പോൾ ഇക്കോളെ പോലെയുള്ള ഏറ്റവും സുലഭമായിട്ട് ജനറേഷൻ ടൈം ഏറ്റവും വളരെ കുറവുള്ള എന്ന് വെച്ചാൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒത്തിരിയേറെ സെൽസ് ആവുന്ന ബാക്ടീരിയലായിട്ടായിരിക്കും നമ്മളെപ്പോഴും ഒരു ജനറ്റിക്കലി റിക്കോമ്പിനൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് നമ്മളെപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു മൈക്രോബിയൽ സെല്ലാണ്. അപ്പം ഹോൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും മൈക്രോ ഓർഗാനിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്നൊരു പ്രോസസ്സ് ബയോടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്ത് വരാനുള്ള കാരണം തന്നെ മൈക്രോ ഓർഗാനിസം. അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻസൈംസ് ആയാലും വെക്ടേഴ്സ് ആയാലും എല്ലാം മൈക്രോബിയൽ ഒറിജിനാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനെ പറയുന്ന മറ്റൊരു പേരാണ് മോളിക്കുലാർ സിസേഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ ഡിസ്കവറിയാണ് ഈ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിക്കോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് വളരെ മികച്ചതായിട്ട് പെട്ടെന്ന് വരാൻ കാരണം. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയാലും മുറിച്ചതിന് ശേഷം അതിനെ ഒന്നിപ്പിക്കുന്ന ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ആയാലും എല്ലാം ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ DNA ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും എല്ലാം മിക്കതും തന്നെയാണ് മൈക്രോബിയൽ ഒറിജിനായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം നമ്മളെപ്പോഴും ഹ്യൂമൻ ആവശ്യമായിട്ടുള്ള മിക്ക പ്രോഡക്ട്സുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസിൻ്റെ DNAയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ജീനുകളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ജീനുകളിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്ലാസ്മിഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് ലിഗേസ് എന്ന് പറയുന്ന അവരുടെ എൻസൈം വെച്ച് ലിഗേറ്റ് ചെയ്തിട്ട് അവരുടെ സെൽസിൽ തന്നെ കൊടുത്ത് മൾട്ടിപ്പിൾ കോപ്പീസായിട്ട് ഒന്നുകിൽ ആ ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ജീനിൽ നിന്നും വരുന്ന പ്രോഡക്റ്റ്
ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനൊരു എക്സാമ്പിളായിട്ട് ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമായിട്ടുള്ള സ്യൂഡോമോണാസ് പ്യൂട്ടിഡ അല്ലെങ്കിൽ സൂപ്പർ ബഗ്. അപ്പം അതും എന്താണ്, ഒരു ബാക്ടീരിയയാണ്. അപ്പം എല്ലാ വിധത്തിലും എന്താണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിലെ എല്ലാ മേഖലകളിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നെക്സ്റ്റ് ഈസ് PCR. PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ പ്രത്യേകത, നമുക്കൊരു സിംഗിൾ കോപ്പി ഓഫ് DNA യിൽ നിന്ന് അല്ലെങ്കിൽ ജീനിൽ നിന്ന് നമുക്ക് മില്യൺസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഒത്തിരിയേറെ കോപ്പീസ് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പോൾ ഈ PCRൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എൻസൈം ടാഗ് പോളിമറൈസ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ PFU പോളിമറൈസും യൂസ് ചെയ്യുന്നുണ്ട്. ടാഗ് പോളിമറൈസ് ആയാലും PFU ആണെങ്കിലും അത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. ടാഗ് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന എക്സ്ട്രീമോഫിൽസിൽ നിന്നും PFU പൈറോകോക്കസ് ഫീരിയോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം മൈക്രോബിയൽ ഒറിജിനായിട്ടുള്ള എൻസൈം. അപ്പോൾ ഈ രണ്ട് എൻസൈമിന് പകരം വയ്ക്കാനായിട്ട് ഇതുവരെ മറ്റൊരു സംഭവത്തിനെയും കണ്ടെത്തിയിട്ടില്ല. അപ്പം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ PCR വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വൈറസിനെ പോലും കൊറോണ വൈറസ് പോലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തുന്നത്. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്ന രണ്ട് എൻസൈം ഇതിലേതെങ്കിലും ഒരു എൻസൈം ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് ഡീനേച്ചറേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ ഏകദേശം 98 ഡിഗ്രി സെൽഷ്യസ് വരെ DNA ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ഹ്യൂമൻ ബീങ്സിൽ നിന്ന് എടുക്കുന്ന ഒറ്റ എൻസൈംസിനും സാധ്യമല്ല. അത് സാധ്യമാകുന്നത് ഈ ബാക്ടീരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്ന ഈ ടാഗ് പോളിമറൈസിനും PFU എന്ന് പറയുന്ന എൻസൈമിനും മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബയോടെക്നോളജിയിൽ മൈക്രോബിയൽ എൻസൈംസ് ആയിട്ടുള്ള PCR-ന് ഉപയോഗിക്കുന്ന ഈ രണ്ട് എൻസൈം. പിന്നെ നമുക്ക് PCR-ൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ. ഫോറൻസിക് സയൻസിൽ അതുപോലെ പെറ്റേണിറ്റി ഇഷ്യൂസിലൊക്കെ നമ്മൾ PCR ഉപയോഗിച്ചിട്ടാണ് കേസുകൾ നമ്മൾ തെളിയിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്യൂസൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നതുമൊക്കെ. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് PCR എന്ന് പറയുന്നത്. അപ്പം അതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് വളരെ വലുതാണ്. നെക്സ്റ്റ് ഈസ് മെഡിക്കൽ ബയോടെക്നോളജി. മെഡിക്കൽ ബയോടെക്നോളജിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം മെഡിസിനൽ ബയോടെക്നോളജി എന്ന് പറയുമ്പം അതിനകത്തിൽ നമ്മൾ പറയുന്നത് മെഡിസിനൽ മൈക്രോബയോളജി നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മൈക്രോബയോളജി എങ്ങനെയൊക്കെയാണ് മെഡിസിനൽ ഫീൽഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ബയോടെക്നോളജിയുടെ ഇൻഫ്ലുവൻസിലാണ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോസസ്സ് വഴിയാണ് നമ്മൾ പ്രോട്ടീൻസും എൻസൈംസും ഹോർമോൺസും ഒക്കെ മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട് നമുക്ക് വേണ്ട പ്രോട്ടീൻസും എൻസൈംസും ഹോർമോൺസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അതിനൊരു ഇതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഹോർമോണാണ്. ഹ്യൂമൻ ഹോർമോണായിട്ടുള്ള ഇൻസുലിൻ നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം ഇൻസുലിൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോൺ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഇൻഡിവിജ്വലിൽ നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് പതിവ്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഇൻസുലിൻ എവിടെ നിന്നാണ്? മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കെമിക്കലി പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുന്നതല്ല. അത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ എന്താ ചെയ്തത്? ഹ്യൂമൻ ഇൻസുലിൻ ജീനെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇതുപോലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്ത് ഒരു പ്ലാസ്മിഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് DNA ലിഗേസ് വെച്ച് ലിഗേറ്റ് ചെയ്ത് ഇക്കോളയിൽ കൊടുത്തു. ഇക്കോള എന്ത് ചെയ്തു? ഒത്തിരി ഇക്കോളയിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇക്കോളയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാ ഇക്കോളയിലും ഈ ഹ്യൂമൻ ഇൻസുലിൻ ജീനും കിട്ടി. അപ്പോൾ അതെല്ലാം തന്നെ ഇൻസുലിൻ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിനെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിനെ ഹ്യൂമിലിൻ എന്നാണ് പറയുന്നത്. അപ്പം മെഡിക്കൽ ബയോടെക്നോളജിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ എൻസൈംസ് ആയാലും പ്രോട്ടീൻസ് ആയാലും ഹോർമോൺസ് ആയാലും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഗ്രോത്ത് ഹോർമോൺസൊക്കെ വളർച്ച കുറവുള്ളവരിലും എല്ലാം നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. അതെല്ലാം ഇങ്ങനെ മൈക്രോബിയൽ
ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് സിംഗിൾ സെൽ പ്രോട്ടീൻസ് SCP എന്ന് പറയുന്നത്. ആ സിംഗിൾ സെൽ പ്രോട്ടീൻസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുപോലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ സിംഗിൾ സെൽ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത എന്താണ്? മൈക്രോ ഓർഗാനിസം തന്നെയാണ് സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈസ്റ്റും സ്പൈറുലിനെയൊക്കെ മൈക്രോബിയൽ ഒറിജിനാണ്. സ്പൈറുലിന ആൽഗയാണ്, ഈസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസമാണ്, ഫംഗിയാണ്. അതുപോലെ ആൻറ്റിബയോട്ടിക്സ് ആയാലും വാക്സിൻസ് ആയാലും എല്ലാം തന്നെ മൈക്രോബിയൽ ഒറിജിനാണ്. ആൻറ്റിബയോട്ടിക്സ് നമുക്കറിയാം, ഫംഗസും ബാക്ടീരിയ എല്ലാം തന്നെ ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ട്രെപ്റ്റോമൈസിനും പെൻസിലിനും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ വാക്സിൻസും മൈക്രോബിയൽ ഒറിജിനാണ് അല്ലേ. വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൈക്രോ ഓർഗാനിസം തന്നെ അതിനെ ഹീറ്റ് കിൽഡോ അല്ലെങ്കിൽ അറ്റിന്യൂവേറ്റഡോ ആയിട്ടുള്ള മൈക്രോബിയൽ പ്രിപ്പറേഷൻസിനെയാണ് നമ്മൾ വാക്സിൻസ് എന്ന്. അപ്പോൾ ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സും വാക്സിൻസും, നമ്മൾ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്ന സിംഗിൾ സെൽ പ്രോട്ടീൻസും, അതുപോലെ പ്രോട്ടീൻസ്, എൻസൈംസ്, ഹോർമോൺസ് എല്ലാം തന്നെ എന്താണ് ബയോടെക്നോളജി വഴി മെഡിസിനൽ ഫീൽഡിൽ മൈക്രോബിയൽ ആപ്ലിക്കേഷൻ വഴി ഉണ്ടായേക്കുന്ന എന്താണ് കമ്പോണൻസാണ്. നെക്സ്റ്റ് ഈസ് ബയോ ഫാമിംഗ്. ബയോ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വെൻ ദ മൈക്രോബ് ഈസ് ജനറ്റിക്കലി എൻജിനീയർഡ് ആൻഡ് കൾച്ചേർഡ് ടു പ്രൊഡ്യൂസ് ഫാർമസ്യൂട്ടിക്കൽസ്, ദ പ്രോസസ് ഈസ് കോൾഡ് ബയോ ഫാമിംഗ്. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിക്കുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോ ഫാമിംഗ്. ഇത് വൺ ഓഫ് ദ മേജർ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ ഒരു മേജർ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഇതുവഴി നമ്മൾ ഒത്തിരിയേറെ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിക്കവാറും ആൻറ്റിബയോട്ടിക്സ് തന്നെ ആയിരിക്കും. ഒത്തിരിയേറെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജി പറഞ്ഞപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ എല്ലാം പേര് പറഞ്ഞാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോ ഫാമിംഗ്. അപ്പോൾ അതിൽ ആൻറ്റിബയോട്ടിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോബ്സ് ആണ്. ഒന്നുകിൽ ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം. നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജി. അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിൽ എന്താണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള്? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് സ്ലൈഡ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നത്. ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സുമാണ്. നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് നമ്മൾ BT പറഞ്ഞതാണ്, അതുപോലെ ബാക്കുലോ വൈറസ് പറഞ്ഞതാണ്. അപ്പോൾ ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ബാസിലസ് തുറിഞ്ചിയൻസിസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന BT ടോക്സിൻ. ഇപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസ് എൻഡോസ്പോർ ഫോം ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ്, സോയിലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അതുപോലെ ബാക്കുലോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമുക്ക് മറ്റ് പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അഗ്രികൾച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നു, പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നു, പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പം അത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നുമുള്ള ടോക്സിനെ വേർതിരിച്ചിട്ട് അതിൻ്റെ ജീനിനെ എടുത്തിട്ട് ആ ജീൻ എന്ത് ചെയ്തത് പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് BT കോട്ടൺ, BT ബ്രിഞ്ച, BT ടൊമാറ്റോ പോലെയുള്ള പ്ലാന്റ്സ് നമ്മൾ BT ക്രോപ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്ലാന്റ്സ് നേരിട്ട് അവർക്ക് എന്തോ ഉണ്ട്, ഈ ബാക്ടീരിയയിലുള്ള ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ നമ്മൾ ഈ പ്ലാന്റ്സിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് തന്നെ എന്ത് ചെയ്തോളും, ആ ടോക്സിൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ തിന്നുന്ന ഇൻസെക്റ്റുകളെ കില്ല് ചെയ്തോളും. അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയുള്ള BT ക്രോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കുലോ വൈറസും. ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സിൽ സിംബയോട്ടിക് ആൻഡ് നോൺ സിംബയോട്ടിക് നൈട്രോജൻ ഫിക്സേഴ്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്തിൽ സിംബയോട്ടിക് നൈട്രോജൻ ഫിക്സേഴ്സ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നൈട്രോജൻ ഫിക്സിങ് മൈക്രോബ്സ് അതുണ്ടാക്കാനായിട്ട് ബയോ ഫെർട്ടിലൈസേഴ്സ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള സയനോബാക്ടീരിയ, അസറ്റോബാക്ടർ പോലെയുള്ള നൈട്രോജൻ ഫിക്സേഴ്സിനെയും ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത് ബയോ ഓഗ്മെൻറ്റേഷൻ പ്രോസസ്സ് വഴി നമ്മൾ സോയിലിലേക്ക് എൻട്രി ചെയ്യാനായിട്ടും ബയോടെക്നോളജി കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അപ്പം ഇതാണ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലുള്ള മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സിനെ കൊണ്ടുള്ള.
നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഫുഡ് മൈക്രോബയോളജിയിൽ നമ്മൾ പറയുന്ന മേജർ റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മേജർ റോൾസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതും നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്. നമുക്കറിയാം ഫെർമെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ വൈൻ ഇൻഡസ്ട്രിയിലാണ്, അല്ലെങ്കിൽ ബിവറേജസ് ഇൻഡസ്ട്രിയിലാണ്. പക്ഷെ നമ്മളത് ബിവറേജസിനേക്കാൾ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ഡയറി ഇൻഡസ്ട്രിയും ബേക്കറി ഇൻഡസ്ട്രിയുമാണ്. ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാലിൻ്റെ എല്ലാ പ്രോഡക്ട്സും നിലനിർത്തുന്നത് മൈക്രോ ഓർഗാനിസമാണ്. പാല് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതിൽ ധാരാളം മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് പാലിനെ എന്ത് ചെയ്യുന്നു, പുളിപ്പിച്ച് അതിനെ പെട്ടെന്ന് ചീത്തയാക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അത് നല്ല രീതിയിൽ നമ്മൾ ആ പാലിലേക്ക് കറക്റ്റായിട്ടുള്ള ഇനോക്കുലം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ലാക്ടോബാസിലസിൻ്റെ തന്നെ കറക്റ്റായിട്ടുള്ള മിശ്രിതം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഹാംഫുള്ളായിട്ടുള്ള മറ്റ് ബാക്ടീരിയകളൊന്നും വളരാണ്ട് ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് ലാക്റ്റിക് ആസിഡാക്കി മാറ്റി കേർഡ്, നമ്മൾ കഴിക്കുന്ന തൈര്, അപ്പോൾ തൈര് ഉണ്ടാക്കാൻ കേർഡായാലും യോഗർട്ടായാലും ചീസായാലും ബട്ടറായാലും എല്ലാം പാലിൽ നിന്നുമുള്ള എല്ലാ പ്രോഡക്ട്സും കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വേരിയസ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഡയറി ഇൻഡസ്ട്രി നിലനിർത്തുന്നത് മൈക്രോ ഓർഗാനിസമാണ്. അതുപോലെ തന്നെയാണ് ബേക്ക്ഡ് ഫുഡ് പ്രോഡക്ട്സ്. ഈസ്റ്റാണ്, നമ്മൾ ഈസ്റ്റിനെ വിളിക്കുന്ന പേര് തന്നെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ്. സക്കാരോമൈസിസ് സർവീസെ വിളിക്കുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ്. അപ്പോൾ അത് ബേക്കറിയിൽ, അതായത് എല്ലാ മാവുകളും ഇപ്പം ബ്രെഡായാലും കേക്കായാലും എല്ലാം പാകപ്പെടുത്തി ആ ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത് ഈ ബേക്കേഴ്സ് ഈസ്റ്റാണ്. അതുപോലെ പിന്നെ വൈറ്റമിൻസ്, അങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ആൽക്കഹോൾസും വൈൻസും എല്ലാം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ട് ജ്യൂസസും കറക്റ്റായിട്ട് അതിൽ നിന്ന് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൽ നിന്ന് പിന്നീട് നമുക്ക് വേണ്ട വിനീഗർ പോലെയുള്ള ഫുഡ് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് പിക്കിൾസ്, നമുക്കറിയാം അച്ചാറുകളെ പരുവപ്പെടുത്തി ആ ഒരു ഫ്ലേവറും ആ ഒരു ടെക്സ്ചറും ഒക്കെ അച്ചാറിന് വരുന്നത്. ഇപ്പം മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മൈക്രോബിയൽ ആക്ടിവിറ്റി ഇല്ല. നമ്മൾ അത് വെറുതെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഉപ്പിലിട്ട് അന്ന് തന്നെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞാലും ആ മാങ്ങ അതേപോലെ തന്നെ ഇരിക്കും. കാരണം അവിടെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കാരണം അതിൽ പഴക്കം സംഭവിക്കുന്നില്ല. അതിൻ്റെ ആ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാണ്ട് ഫ്ലേവർ വരാതെ അത് അതേപോലെ അതിനകത്ത് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ആ ഒരു മാങ്ങ പുളിച്ച് അതിൻ്റെ പുളി ഇറങ്ങി അതിൻ്റെ സോഫ്റ്റ്നെസ്, അത് ഹാർഡെന്നുള്ളത് മാറി ആ സോഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് കൊണ്ടുവരുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. പിക്കിൾസ് പ്രിപ്പയർ ചെയ്യാൻ, അതുപോലെ സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഈസ്റ്റ്, സ്പൈറലിനെ, ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷന് സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇനി അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ്, അതുപോലെ അമിനോ ആസിഡ്സ്, എൻസൈംസ്, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസംസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ട എൻസൈം, അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മൈക്രോബിയൽ എൻസൈംസ് ആണ് അതിന് സഹായിക്കുന്നത്. ഇപ്പോൾ സൈമേസ് എന്ന് പറയുന്ന ഈസ്റ്റിലുള്ള എൻസൈംസ് ആണ് പുളിപ്പീരിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആൽക്കഹോൾ ഫോം ചെയ്യാനും പിന്നീട് അതിൽ നിന്ന് ആസിഡ് ഫോം ചെയ്യാനും സഹായിക്കുന്നത് സൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പം ആ ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ട എൻസൈംസ് മൈക്രോ ഓർഗാനിസംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നാച്ചുറൽ ഫുഡായിട്ടുള്ള വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, ഇതിനെയൊക്കെ ഫ്ലേവർ കൊടുക്കുന്നതും മൈക്രോ ഓർഗാനിസംസ് ആണ്. പിന്നെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് പ്രോബയോട്ടിക്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മൾ ലാക്ടോബാസിലസ് ഒക്കെ നമ്മുടെ വയറ്റിനകത്തിൽ വേണം എന്ന് പറഞ്ഞു നമ്മുടെ ഫുഡ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനും അത് ഡൈജസ്റ്റ് ചെയ്യാനും, അതുപോലെ നമുക്ക് വേണ്ട വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലെയുള്ള വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ വയറ്റിനകത്തിൽ വേണ്ട മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ഡയറ്റിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കും, നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവാനായിട്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മൾ തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത്. തൈര് കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഗുണം ലാക്ടോബാസിലസ് ഒത്തിരിയേറെ നമ്മുടെ വയറ്റിൽ ചെല്ലുകയും നമ്മുടെ ഡൈജഷൻ ഈസി ആക്കുകയും ചെയ്യും. അപ്പോൾ തൈര് കൂട്ടുന്നത് സത്യത്തിൽ
പാലിൻ്റെ അംശം ചെല്ലാൻ വേണ്ടിയല്ല, ഏറിയ പങ്കും ഇതുപോലെയുള്ള ബാക്ടീരിയ നമ്മുടെ വയറ്റിനകത്ത് ചെന്നിട്ട് മൈക്രോബിയൽ ആക്ടിവിറ്റി കൂട്ടി, അബ്സോർപ്ഷൻ കൂട്ടി, ഡൈജഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ ഈ തൈര് പോലെയുള്ള മൈക്രോബിയൽ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ഈ പ്രോബയോട്ടിക്സ് പോൾട്രി ഫീൽഡിലും കാറ്റിൽ ഫീൽഡിലും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പോലെ കാറ്റിൽസിനും പോൾട്രിക്കും എല്ലാം തന്നെ അവരുടെ ഭക്ഷണത്തിലും നമ്മൾ ഈ പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫുഡ് മൈക്രോബയോളജിയിൽ മൈക്രോ ഓർഗാനിസം കൊണ്ടുള്ള റോള്. അപ്പം ഇന്നത്തെ നമ്മൾ 2 ക്ലാസ്സാണ് കണ്ടത്. ഒന്ന് മൈക്രോബയോളജി കൊണ്ട് ബയോടെക്നോളജിയിലുള്ള മേന്മകൾ, മറ്റൊന്ന് ഫുഡ് മൈക്രോബയോളജിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.